കേരളത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ, വൃത്തിയുള്ള, മായമില്ലാത്ത ബേക്കറി സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും നൽകുന്ന സ്ഥാപനമാണ് എത്രയോ കാലങ്ങളായി KR ബേക്സ്. KR ബേക്സിൻ്റെ ബേക്കറിയും അതോടൊപ്പം ഭക്ഷണ സാധനങ്ങളും, റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെ, കഫേ ഉൾപ്പെടെ, ഫ്രൈഡ് ചിക്കൻ അടക്കം ഇവിടെ വരുന്നു എന്നുള്ളത് ഈ പ്രദേശത്തിൻ്റെ വികസനത്തെ വളരെ കൂടുതൽ ത്വരിതപ്പെടുത്തും. അഹല്യ ഹോസ്പിറ്റലും കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഇനി വികസിക്കാൻ പോകുന്നത് കാവുംപുറം മേഖലയാണ്. അതിന് കരുത്ത് പകരും KR ബേക്സിൻ്റെ ഈ സംരംഭം. കച്ചവട വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ അഭിവൃദ്ധിയുടെ, പുരോഗതിയുടെ പടവുകൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിൽ അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങളുടെ അധിപനായി വാഴുന്ന ഘട്ടത്തിലും വളാഞ്ചേരിയിൽ ഒരു സ്ഥാപനം അദ്ദേഹം ആരംഭിച്ചിരുന്നില്ല. വൈകിയാണ് വളാഞ്ചേരി ടൗണിൽ KR ബേക്സ് വരുന്നത്. തൻ്റെ നാട്ടുകാർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്നു എന്നുള്ള ബോധ്യമാണ് അദ്ദേഹത്തെ ഇവിടെ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പ്രേരിപ്പിച്ചത്. പാർക്കിങ്ങോടുകൂടി ഏതൊരു സ്ഥാപനവും വന്നാൽ അത് നാട്ടിലെ ആളുകൾക്ക് ഏറെ പ്രയോജനപ്പെടും. പണ്ടൊക്കെ ഒരാൾ മാത്രമായിരുന്നു പർച്ചേസിങ്ങിന് പോയിരുന്നത് എങ്കിൽ ഇന്ന് കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ചാണ് പർച്ചേസിങ്ങിന് പോകുന്നത്. അതുകൊണ്ടാണ് വാഹനങ്ങളിൽ അവർ പർച്ചേസിങ് നടത്താമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയാണ് വരാൻ പോകുന്ന അഹല്യ ആശുപത്രിയുടെ തൊട്ടു മുന്നിൽ അതിഗംഭീരമായിട്ട് തന്നെ രാജകീയമായി ഇങ്ങനെ ഒരു സംരംഭം അദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹം തുടങ്ങിവെച്ച എല്ലാ സംരംഭങ്ങളും വിജയിച്ചിട്ടേ ഉള്ളൂ. KR ബേക്കറിക്ക് ഒരു വിശ്വാസ്യതയുണ്ട്. വളരെ മികച്ച സാധനങ്ങൾ, യാതൊരു തരത്തിലുള്ള മായവും ചേർക്കാതെ മിതമായ നിരക്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് KR ബേക്സിൻ്റെ എക്കാലത്തെയും വലിയ മുഖമുദ്ര. ആ മുഖമുദ്ര ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെയും ഇങ്ങനെ ഒരു സ്ഥാപനം ബാലേട്ടൻ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഇനിയും നാട്ടുകാരനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാലേട്ടൻ ഒരു വ്യവസായ രംഗത്ത് നിലയുറപ്പിച്ച, ആ മേഖലയിൽ വിജയക്കൊടി നാട്ടിയ ഒരാൾ മാത്രമല്ല. നമ്മളുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം അദ്ദേഹം എന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കാൽവെപ്പ് ഗംഭീരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.